ന്യൂസ് ടൈംസിനി പത്തനംതിട്ടയിലെ ജയപരാജയങ്ങളെ സംബന്ധിച്ച ചിറ്റയം ഗോപകുമാറിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെ എന്നതാണ് പരിശോധിക്കുന്നത്. അതായത് ജില്ലയിൽ തന്നെ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം ഉറപ്പ് എന്നതാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറയുന്നത്. ചിട്ടയായ സംഘടനാ പ്രവർത്തനങ്ങളും ഇടത് സർക്കാരിന്റെ വികസന നേട്ടങ്ങളും തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ടുണ്ട് എന്നും ജനങ്ങളുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുമാണ് ചിറ്റയം ഗോപകുമാർ പറയുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണോ LDF? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലും ജില്ലയിലും ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വരും. കേരളത്തിലെ ഏതാണ്ട് 140 അസംബ്ലി മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 99 സീറ്റാണ് LDF കിട്ടിയത്. ഇത്തവണയും നല്ല മികച്ച വിജയമായിരിക്കും ഉണ്ടാകും. നല്ല കാര്യം SIR ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെതിരായി പറയാനൊന്നുമില്ല. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഏറ്റവും മെച്ചപ്പെടുന്നില്ലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സ്ഥാനാർത്ഥികളാണ്. ഇടതുപക്ഷം കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ തുടരും. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിലും LDF ആണ് ജയിച്ചത്. ആ സീറ്റുകൾ നിലനിർത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത്തവണയും നമ്മുടെ ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലവും LDF നിലനിർത്തും. അത് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഏറ്റവും നല്ല ഭൂരിപക്ഷവും 5 മണ്ഡലത്തിൽ ലഭിക്കുകയും ചെയ്യും. ഈ അടൂർ നല്ലൊരു മത്സരം നടന്ന സ്ഥലമാണ്. ഒപ്പം ഈ പ്രാവശ്യം ഈ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ? SIR വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ടോട്ടൽ വോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ശതമാനം പറയുന്നത്. അത് മരിച്ചവരും അതുപോലെ തന്നെ സ്ഥലത്തില്ലാത്തവരും എല്ലാം കൂടി ചേർന്ന ടോട്ടൽ വോട്ട്. ഇപ്പം അതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള വോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മാറ്റം ശതമാനത്തിൽ വന്നിട്ടുണ്ടാവില്ല. പിന്നെ അടൂരിൽ ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. കഴിഞ്ഞ 3 ടൈം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധിച്ച് ഞാനാണ് നിയമസഭാ അംഗമെന്നുള്ളതിനെ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു യുവ സാരഥിയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് പൊതുരംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായും അതുപോലെ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായും പ്രവർത്തിച്ച് നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഇവിടെ മത്സരിച്ചത്. പ്രത്യേകിച്ച് യുവതിയാണ്. യുവാക്കളുടെ നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ മണ്ഡലത്തിൽ, ജില്ലയിലെമ്പാടും. അപ്പോൾ അതെല്ലാം നമുക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ 15 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം വോട്ടായി മാറും. അതുകൊണ്ട് തന്നെ LDF നല്ല ഭൂരിപക്ഷം അടൂര് നിലനിർത്തും. ഈ UDF സ്ഥാനാർത്ഥി ചില കാര്യങ്ങളൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. LDF ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതായത് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ച വോട്ട് അത്തരത്തിൽ വോട്ട് വല്ലതും വഴിമാറിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഇടതുപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ വികസന പ്രവർത്തനങ്ങളെ ഊന്നി നിന്നാണ് വോട്ട് ക്യാൻവാസ് ചെയ്തത്. ഞങ്ങളൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. എന്നാൽ ആ UDFന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഉത്തരവാദിയല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദായം തന്നെ അദ്ദേഹത്തിനെതിരായി നിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവസാന ഘട്ടത്തിൽ വലിയ വിവാദമായിരുന്നു. അതൊക്കെ അതൊന്നും LDFനെ ബാധിക്കരുത്. LDF ഒരു ഉത്തരവാദി അല്ലല്ലോ. LDF UDF സ്ഥാനാർത്ഥിക്കെതിരായി ഒന്നും ഉന്നയിച്ചിട്ടില്ല, ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല, ഒന്നുമേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ അത് ബാധിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു കുറ്റബോധം ഉണ്ടാകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് പൂർണ്ണമായി ഇടതുപക്ഷ അനുകൂലമായി അടൂര് ജനങ്ങൾ ചിന്തിക്കും. വോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വിജയം ഉണ്ടാവും. 5 മണ്ഡലം LDFനൊപ്പം ഉണ്ടാവും. യാതൊരു മാറ്റം ഉണ്ടാകത്തില്ല. അത്തരത്തിലെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. അടൂരിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കുകൂട്ടലുകളിൽ ആണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ മുന്നണിയും. അതിൽ തന്നെ പത്തനംതിട്ടയിൽ 5 സീറ്റുകളിലും വിജയം ഉറപ്പിക്കുകയാണ് ചിറ്റയം ഗോപകുമാറിനെ പോലെ ഉള്ളവർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.